നമസ്തേ പ്രിയ മിത്രങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു ഉപനിഷത്ത് വാക്യമാണ്. തീർച്ചയായും നമ്മളത് അറിയണം കേട്ടോ. അതറിയാതെ പോകാനേ പാടില്ല. ഒരു പക്ഷേ ഈശ്വര സ്മരണയോ ഈശ്വര പൂജയോ ഈശ്വര നാമജപമോ നടത്തുന്നതിന് മുമ്പ് നടത്തേണ്ടതാണ് അത്. അതിനുശേഷം മതി ഈശ്വര നാമവും ഈശ്വര പൂജയും ഈശ്വരാരാധനയും എല്ലാം. ഇത് പുരാണങ്ങൾ മുഴുവൻ പറയുന്നു, സർവ്വവേദങ്ങളും പറയുന്നു. എന്തിന്? ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ ഭഗവാൻ തന്നെ തൻ്റെ പിതാവായ വസുദേവരെയും ദേവകി ദേവിയെയും കാണുമ്പോൾ അത് കൃത്യമായി തന്നെ പറയുന്നു. എന്താ ഈ വളച്ചു കെട്ടി പറയുന്നതിൻ്റെ ഉദ്ദേശം? തുറന്നങ്ങ് പറഞ്ഞുകൂടെ എന്നതായിരിക്കും പലരുടെയും സംശയം. ഒന്നാമത് സമയമില്ല, അറിയാം. ഇത്തരം കാര്യങ്ങൾ ശ്രമിക്കുവാൻ വളരെ സമയം കുറവാണ് നമ്മൾക്ക്. ക്ഷമിക്കുക. ഏതായാലും പറയേണ്ടത് പറയുക തന്നെ വേണമല്ലോ. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, ലോകത്തിൽ നമ്മുടെ പുരാണങ്ങൾ പ്രകാരം ഈ ജന്മത്തിലോ പരജന്മത്തിലോ മോക്ഷം കിട്ടാത്തതായിട്ടുള്ള 3 മഹാപാപങ്ങളുണ്ട്, 3 തെറ്റുകളുണ്ട്, ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത 3 കുറ്റങ്ങൾ. 1 മാതൃശാപം, 2 പിതൃശാപം, 3 ഗുരുശാപം. ഈ 3 ശാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും ഒരാൾ നേടിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും കോടിയർച്ചനയല്ല, കോടാനുകോടി രൂപ മുടക്കി എന്ത് വഴിപാട് നടത്തിയാലും ഭഗവാന്റെ കടാക്ഷം ലഭിക്കുകയില്ല. ഞാൻ പറയുന്നതല്ലേ ഇത്, ഉപനിഷത്തുകൾ പറയുന്നതാണ്. അതുകൊണ്ട് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകം അത് ഓർക്കണേ. 1 മാതൃശാപം, 2 പിതൃശാപം, 3 ഗുരുശാപം. മാതാവിൽ നിന്ന് കിട്ടുന്ന ശാപം. മാതാവ് എപ്പോഴായിരിക്കും നമ്മെ ശപിക്കുന്നത്? മാതാവിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാതെ വരികയോ മാതാവിൻ്റെ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് മാതാവ് തൻ്റെ സന്തതിയിൽ നിന്ന് സ്വപ്നേപി ചിന്തിക്കാത്ത പ്രവർത്തനങ്ങൾ സന്തതി ചെയ്യുമ്പോൾ ആ മാതൃഹൃദയം പരിതപിക്കും, സങ്കടപ്പെടും. ആ സങ്കടമായിരിക്കും നാവിലൂടെ ശാപമായി പുറത്തേക്ക് എത്തുന്നത്. അത് ലഭിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും വിജയത്തെ കരഗതമാക്കില്ല. എന്താ അത് പറയാനുള്ള കാരണം? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യകരമായ സമയത്തെ 9-9.5 മാസം തൊട്ട് തുടങ്ങി പിന്നീട് കയ്യും കാലും വളരുന്നത് വരെ, തൻ്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നത് വരെ ആവശ്യമുള്ള അന്നവും വസ്ത്രവും നൽകി സ്വന്തം ദേഹത്തിൽ നിന്നൊരു ഭാഗത്തെ ദാനമായി കൊടുത്താണ് ഓരോ മാതാവും ഓരോ സന്തതിയെയും സൃഷ്ടിക്കുന്നത്. അതിന് അപവാദമായി ചിലരുണ്ടാകും. അതുപോലെ എല്ലാ അമ്മമാരും മോശക്കാരാണെന്ന് പറയുവാൻ നമ്മുടെ പുരാണം ഒരിക്കലും തയ്യാറായിട്ടില്ല. മാതാവിനെ ദേവിയേക്കാൾ മുകളിലാണ് നമ്മുടെ പുരാണങ്ങളും വേദങ്ങളും എല്ലാം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു, മാതാവിനോട് കടം കൊണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. മാതാവ് തന്ന ദേഹമില്ലെങ്കിൽ ഞാനെന്നുള്ള ശബ്ദം പോലും നമ്മിൽ നിന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാവിൻ്റെ ഇച്ഛയ്ക്ക് വിപരീതമായോ മാതാവിൻ്റെ ആഗ്രഹങ്ങളെ തച്ചു തകർത്തോ പ്രവർത്തിക്കുമ്പോൾ ആ മാതൃഹൃദയം വേദനിക്കുകയും ആ വേദന ശാപങ്ങളായി പുറത്തേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ എത്തിയാൽ നമ്മളിലേക്ക് എത്താൻ സാധ്യതയുള്ള സർവ്വ വിജയങ്ങളെയും അത് തടയുക തന്നെ ചെയ്യും. ആയതിനാൽ തന്നെ ലൗകികപരമായിട്ടോ ഐശ്വര്യപരമായിട്ടോ അല്ലെങ്കിൽ മറുജന്മപരമായിട്ടോ മാതൃശാപം ഒരു മഹാപാപ ഭാണ്ഡമായി നമ്മുടെ ചുമലിലുണ്ടാകും, ഈ ജന്മത്തിലും വരുന്ന ജന്മത്തിലും. അതുപോലെ തന്നെ ഗുരുതരമായ മറ്റൊരു ശാപമാണ് പിതൃശാപം. കാരണം എന്നിൽ ഈ കാണുന്ന ശക്തിയും ചൈതന്യവും എൻ്റെ ഈ ദേഹം പോലും അതിലെ ഓജസ്സും തേജസ്സും എല്ലാം എൻ്റെ പിതാവ് എനിക്ക് തന്ന ദാനമാണ്, ഔദാര്യമാണ്. ഉണ്ണാതുറങ്ങാതെ പെടാപ്പാടുപെട്ട് തൻ്റെ സന്തതിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന ഓരോ പിതാവിൻ്റെയും വിയർപ്പിൻ്റെ ദൃശ്യരൂപമാണ് സന്തതികൾ. അതുകൊണ്ട് തന്നെ പിതാവ് അപ്രകാരം പ്രവർത്തിക്കുന്നതിനുള്ള കാരണം തൻ്റെ സ്വപ്നത്തിനനുസരിച്ച് തൻ്റെ സന്തതി ഉയരും, തൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവൻ വളരും അല്ലെങ്കിൽ അവൾ വളരും, പക്വതയാർജിക്കും എന്ന പരിപൂർണമായ വിശ്വാസമായിരിക്കും. ആ വിശ്വാസത്തെ നമ്മൾ നേടാതെ വരികയും എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് വിരുദ്ധമായി ഒരു പിതാവും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ സന്തതികൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാതൃഹൃദയം വേദനിച്ചതുപോലെ തന്നെ പിതൃഹൃദയവും വേദനിക്കും. അതിൻ്റെ പരിണിത ഫലമായ ആ നാവിൽ നിന്ന് ശാപവചസ്സുകൾ, ചുട്ടുനേറുന്ന മനസ്സിൽ നിന്ന് അഗ്നിഗോളങ്ങൾ നമ്മുടെ ചുമലിലേക്ക് ഭരിക്കും. അങ്ങനെ പതിച്ചാൽ
തീർച്ചയായും നമ്മിലേക്ക് എത്താൻ സാധ്യതയുള്ള സർവ്വ വിജയങ്ങളെ അത് തടയും. അതുമാത്രമല്ല, അടുത്ത ജന്മം സ്വന്തം ദേഹം തന്നെ ഭുജിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതായും വരും. അടുത്തത് മൂന്നാമത്തേതായിട്ടുള്ള ശാപം ഗുരുശാപമാണ്. തൻ്റെ കൂട്ടുകാരികൾ ഗുരുക്കന്മാരെ കളിയാക്കുമ്പോൾ അതുകൊണ്ട് എനിക്കും ഒന്ന് കളിയാക്കാം എന്ന ചിന്തയോടുകൂടി എപ്പോഴെങ്കിലും നമ്മൾ ഗുരുക്കന്മാരെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, പറയുവാൻ പാടില്ലാത്ത വാക്കുകളാലോ പ്രവൃത്തികളാലോ ഗുരുക്കന്മാരെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഗുരുക്കന്മാരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ശാപം നമ്മിലെ എല്ലാവിധമായ ഐശ്വര്യത്തെയും തടസ്സപ്പെടുത്തും. കാരണം ഗുരു എന്ന് പറയുന്നത് ശിഷ്യന്റെ മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്ന ദീപമാണ്, സൂര്യതുല്യമുള്ള തേജസ്സാണ്. അതുകൊണ്ട് തന്നെ ആ ചൈതന്യത്തെ വേദനിപ്പിക്കുവാൻ പാടില്ല. ആ പദവിയുടെ പരിശുദ്ധി അറിയാതെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില അധ്യാപകരുണ്ട്, അവരെ വിട്ടേക്കുക. അപ്പോൾ പറഞ്ഞത്, ഈ 3 പാപങ്ങൾ ലഭിക്കുന്നവൻ ഒരിക്കലും ഭഗവാനെ ദർശിക്കാൻ കഴിയുകയില്ല. ഇത് കൃത്യമായി തന്നെ നമ്മുടെ പുരാണങ്ങൾ പറയുന്നു, വേദങ്ങൾ പറയുന്നു. മാതാ പിത ഗുരുദൈവം. 1-ാം സ്ഥാനം മാതാവ്, 2-ാം സ്ഥാനം പിതാവ്, 3-ാം സ്ഥാനം ഗുരു, 4-ാം സ്ഥാനമാണ് ഭഗവാന് കൊടുത്തത്. അപ്പോൾ ഈ 3 പേരെക്കാൾ മോശക്കാരനായിരുന്നോ ഭഗവാൻ? ഒരിക്കലും ആവില്ല. പിന്നെ എന്തുകൊണ്ട് അപ്രകാരം കൊടുത്തു? നമ്മുടെ പൂർവികന്മാരായ ഋഷിവര്യന്മാർ മന്ദബുദ്ധികളായതുകൊണ്ടാണോ? അല്ല, ദീർഘദർശികളായതുകൊണ്ടും ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നത് കൊണ്ടുമാണ് അവർ ദിവ്യമായ ആ സത്യത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്. കാരണം ഏതൊരുത്തനും ഈശ്വര എന്ന് വിളിക്കണമെങ്കിൽ ഒരു ദേഹം വേണം, ദേഹം വേണമെങ്കിൽ അമ്മയുടെ ദാനമുണ്ടാകണം. ഏതൊരുത്തനും ഈശ്വര എന്ന് വിളിക്കണമെങ്കിൽ അവനിൽ ചൈതന്യം ഉണ്ടാകണം, ചൈതന്യം വേണമെങ്കിൽ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഏതൊരുത്തനും ഈശ്വര എന്ന് വിളിക്കണമെങ്കിൽ ജ്ഞാനം വേണം, നാമം എങ്ങനെ ജപിക്കണം, എപ്രകാരം ജപിക്കണമെന്നുള്ള ബോധം വേണം, അറിവ് വേണം. അറിവ് വേണമെങ്കിൽ ഗുരുവിന്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരനെ ഒന്ന് അറിയണമെങ്കിൽ, ഈശ്വരനെ ദർശിക്കണമെങ്കിൽ പോലും നമ്മൾക്കേവർക്കും ഈ 3 പേരുടെയും സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് നോക്കൂ. മിക്കവാറും ഏറ്റവും ചെറിയ ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും ചുരുങ്ങിയത് 3 വാതിലുകൾ കാണും. ആദ്യത്തെ വാതില് എന്ന് പറയുന്നത് മാതൃകവാടം, 2-ാമത്തെ വാതില് എന്നത് പിതൃകവാടം, 3-ാമത്തെ വാതില് എന്നത് ഗുരുകവാടം. ഈ 3 വാതിലുകൾ തുറന്നെങ്കിലേ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ സാന്നിധ്യത്താൽ ചൈതന്യവത്തായ ശ്രീകോവിലിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ ഉള്ളിലെ ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ വാതിൽ മാതൃകവാടം, 2-ാമത്തെ വാതിൽ പിതൃകവാടം, 3-ാമത്തെ വാതിൽ ഗുരുകവാടം. ഈ 3 വാതിലുകളിൽ നിന്നും സുരക്ഷിതനായി അകത്തേക്ക് കടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശ്രീകോവിലിന്റെ ഉള്ളിലെ ഭഗവാനെ ദർശിക്കാൻ കഴിയൂ. വളരെ വ്യക്തമായും ലളിതമായും പറഞ്ഞാൽ, മാതാവിന്റെ അനുഗ്രഹവും പിതാവിന്റെ അനുഗ്രഹവും ഗുരുഭൂതന്മാരുടെ അനുഗ്രഹവും ഇല്ലാത്ത ഒരുവനും ഈശ്വരന്റെ അനുഗ്രഹം നേടുവാനേ കഴിയുകയില്ല. കലികാലത്തിൽ, വിശിഷ്യ സമീപകാലത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഈ വിഷയം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനെപ്പറ്റി ബോധവാന്മാരാകണം, ബോധവതികളാകണം. വളർന്നു വരുന്ന തലമുറയെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കണം. കുട്ടിക്കാലം മുതലേ കുട്ടികളിലേക്ക് ഈ ഉത്തമമായ ബോധത്തെ എത്തിക്കൂ. അവരുടെ നാവിൻ തുമ്പിലേക്ക് ദിവ്യമായി മന്ത്രമെത്തട്ടെ. മാതാ പിതാ ഗുരു ദൈവം, മാതാ പിതാ ഗുരു ദൈവം. എൻ്റെ അമ്മ സർവേശ്വരിയുടെ പ്രതിബിംബമാണ്, എൻ്റെ അച്ഛൻ സർവേശ്വരനായ വിശ്വനാഥൻ്റെ പ്രതിബിംബമാണ്, എൻ്റെ ഗുരു സർവ്വജഗത്തിൻ്റെയും ഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിപുരുഷനാണ്, പ്രതിരൂപമാണ് എന്ന ബോധത്തോടുകൂടി, ആ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി സ്വന്തം മാതാവിനെ അവനവനാൽ കഴിയാവുന്ന രീതിയിൽ, സ്വന്തം പിതാവിനെ അവനവനാൽ കഴിയാവുന്ന രീതിയിൽ, സ്വന്തം ഗുരുക്കന്മാരെ അവനവനാൽ കഴിയാവുന്ന രീതിയിൽ ആദരിക്കൂ. നിന്ദിക്കാതെങ്കിലും ഇരിക്കൂ. തീർച്ചയായും ഈശ്വര കടാക്ഷം ലഭിക്കും. ഇത് 3ഉം നേടാത്തവൻ കോടാനുകോടി മുടക്കിയാലും ഈശ്വര കടാക്ഷം ലഭിക്കുകയില്ല എന്ന് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ശക്തിയുക്തം പറയുന്നു. അതുകൊണ്ട് തന്നെ അത് സത്യവുമാകും. ഏവർക്കും മാതാമഹതികളുടെ അനുഗ്രഹവും പിതാമഹതികളുടെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ 3 ആഗ്രഹങ്ങളും നിങ്ങളെ ഈശ്വര അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള അവകാശികളായി, യോഗ്യതയുള്ളവരായി മാറ്റട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം. ഹരി സുഹൃതം സർവഭൂതാനി.